നമസ്കാരം. ആകാശത്ത് 10,000 അടി ഉയരത്തിൽ പറക്കുന്ന ഒരു വിമാനം, അതിനുള്ളിൽ സ്ത്രീകളും കുട്ടികളുമടക്കം 145 യാത്രക്കാർ. പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് ആ വിമാനം നിയന്ത്രണം വിട്ട 300 അടി താഴേക്ക് കുതിച്ചു പതിക്കുന്നു. യാത്രക്കാർ സീറ്റുകളിൽ നിന്ന് തെറിച്ചു മേൽക്കൂരയിൽ ഇടിക്കുന്നു. സാധനങ്ങൾ അന്തരീക്ഷത്തിൽ പറക്കുന്നു. എല്ലായിടത്തും നിലവിളികൾ. നിങ്ങൾ ചിന്തിക്കുന്നത് ഇതൊരു കടുത്ത ആകാശച്ചുഴിയിൽ പെട്ടതായിരിക്കുമെന്നല്ലേ? പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് ആ വിവരങ്ങൾ പുറത്തു വന്നത്. ആ വിമാനം നിയന്ത്രിക്കേണ്ട പൈലറ്റ് ഇൻ കമാൻഡ് കോക്ക്പീറ്റിനുള്ളിൽ കഞ്ചാവ് ഉപയോഗിച്ചിരിക്കുന്നു. ജീവനക്കാർ തടയാൻ ചെല്ലുമ്പോൾ കോക്ക്പീറ്റിലെ തറയിലിരുന്ന് ഇയാൾ സിഗരറ്റ് വലിക്കാൻ നോക്കുകയായിരുന്നു. സംഭവം നടക്കുന്നത് ഈ ഓഗസ്റ്റ് 4-ാം തീയതിയായിരുന്നു. ഫുക്കറ്റിൽ നിന്നും 145 യാത്രക്കാരുമായി ഡൽഹിയിലേക്ക് പുറപ്പെട്ട AI-2379 എന്ന എയർ ഇന്ത്യ വിമാനം കൃത്യമായി തന്നെ ആകാശത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ത്യയിലെ ഒഡീഷയ്ക്ക് മുകളിൽ എത്തിയപ്പോൾ കാര്യങ്ങൾ കൈവിട്ടുപോയി. വെറും 1 മിനിറ്റിനുള്ളിൽ വിമാനത്തിൽ ഒന്നിനു പുറകെ ഒന്നായി 9 തകരാറുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. വിമാനത്തിലെ പ്രധാനപ്പെട്ട ഹൈഡ്രോളിക് സംവിധാനങ്ങൾ പണിമുടക്കി. വാതിലുകളുമായി ബന്ധപ്പെട്ട വാർണിംഗ് ലൈറ്റുകൾ കത്താൻ തുടങ്ങി. ഒടുവിൽ വിമാനത്തെ സുരക്ഷിതമായി നിർത്തുന്ന ഓട്ടോ പൈലറ്റ് സംവിധാനം തകർന്നു. ഇതിന്റെ ആഘാതത്തിൽ വിമാനം പെട്ടെന്ന് 300 അടി താഴേക്ക് പതിക്കുകയായിരുന്നു. പെട്ടെന്നുണ്ടായ ഈ വീഴ്ചയിൽ വിമാനത്തിനുള്ളിൽ വലിയ നാശനഷ്ടങ്ങളുണ്ടായി. 20 യാത്രക്കാർക്കും 4 വിമാന ജീവനക്കാർക്കും കഠിനമായി പരിക്കേറ്റു. വിമാനത്തിന്റെ ഉൾവശം തകർന്നു കിടക്കുന്ന ചിത്രങ്ങളൊക്കെ തന്നെ പിന്നീട് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിച്ചു. ആദ്യം എല്ലാവരും കരുതിയത് ഇതൊരു വലിയ സാങ്കേതിക തകരാറോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ആകാശച്ചുഴിയോ ആണെന്നാണ്. എന്നാൽ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തതിനു ശേഷം വിമാനത്തിലെ ക്യാബിൻ ക്രൂ നൽകിയ പരാതിയാണ് കഥ ആകെ മാറ്റിയത്. യാത്രക്കിടയിൽ ഈ വിമാനത്തിന്റെ പ്രധാന പൈലറ്റ് അഥവാ പൈലറ്റ് ഇൻ കമാൻഡ് ലഹരി വസ്തുക്കളുടെ കടുത്ത സ്വാധീനത്തിലായിരുന്നുവെന്നാണ് ജീവനക്കാർ പറയുന്നത്. വിമാനം നിയന്ത്രിക്കേണ്ട കസേരയിൽ ഇരിക്കാതെ ഇയാൾ കോക്ക്പീറ്റിലെ തറയിലാണ് ഇരുന്നത്. അത്രയും ഗുരുതരമായ പ്രതിസന്ധി ഘട്ടത്തിലും അയാൾ കാര്യങ്ങൾ തിരിച്ചറിയുന്ന അവസ്ഥയിലായിരുന്നില്ല. അതിലും ഞെട്ടിക്കുന്ന കാര്യം, ക്യാബിൻ ജീവനക്കാർ ഇടപെട്ട് തടയുന്നതിന് തൊട്ടു മുൻപ് കോക്ക്പീറ്റിനുള്ളിൽ വെച്ച് സിഗരറ്റ് വലിക്കാൻ പോലും ഈ പൈലറ്റ് ശ്രമിച്ചു എന്നാണ്. വിമാനം ലാൻഡ് ചെയ്ത് പുറത്തിറങ്ങിയപ്പോൾ പൈലറ്റിന് കാലുറയ്ക്കാത്ത അവസ്ഥയായിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട്. ജീവനക്കാരുടെ പരാതിയെ തുടർന്ന് പൈലറ്റിനെ ഉടനടി തന്നെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. ഇതിൽ നടത്തിയ 2 ഡോപ്പ് ടെസ്റ്റുകളും പൈലറ്റ് കഞ്ചാവ് ഉപയോഗിച്ചിരുന്നതായി പോസിറ്റീവായി കണ്ടെത്തി. എന്നാൽ ഈ പരിശോധനാ ഫലം വരുന്നതിന് പിന്നാലെ പൈലറ്റ് ഒരു വിചിത്രമായ ന്യായീകരണമായി രംഗത്ത് വന്നിട്ടുണ്ട്. തനിക്ക് ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അത് കാരണം ഉറക്കം വരാൻ ഡോക്ടർ നിർദ്ദേശിച്ച ഉറക്ക ഗുളികകൾ കഴിച്ചിരുന്നുവെന്നുമാണ് പൈലറ്റിന്റെ വാദം. ഈ മരുന്നുകൾ കഴിച്ചതുകൊണ്ടാണ് ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവായതെന്നാണ് ഇയാൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. എന്നാൽ ഈ വാദം എത്രത്തോളം സത്യമാണെന്ന് വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ വ്യക്തമാകൂ. നിലവിൽ ഈ പൈലറ്റിനെ 2 ഡോപ്പ് ടെസ്റ്റുകളിലും പോസിറ്റീവായതിനെ തുടർന്ന് വ്യോമയാന മന്ത്രാലയം കടുത്ത നടപടികളിലേക്ക് നീക്കിയിരിക്കുകയാണ്. 100-ലധികം മനുഷ്യജീവനുകളുമായി പറക്കുന്ന ഒരു വിമാനത്തിലെ പൈലറ്റ് കഞ്ചാവ് ഉപയോഗിച്ചുവെന്ന വാർത്ത പുറത്തു വന്നതോടെ കേന്ദ്ര സർക്കാർ അതീവ ഗൗരവത്തോടെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത്. എയർ ഇന്ത്യക്ക് കേന്ദ്ര സർക്കാർ അതുകൊണ്ട് തന്നെ കർശനമായി താക്കീത് നൽകിയിരിക്കുന്നു. വിമാന കമ്പനിയുടെ പ്രവർത്തന മേൽനോട്ടം ശക്തമാക്കണമെന്നും യാത്രക്കാരുടെ സുരക്ഷയുടെ കാര്യത്തിൽ പൂർണ്ണ ഉത്തരവാദിത്തം എയർ ഇന്ത്യ ഏറ്റെടുക്കണമെന്നുമാണ് സർക്കാർ ആവശ്യപ്പെട്ടത്. വ്യോമയാന മന്ത്രാലയം ടൈംസ് ഓഫ് ഇന്ത്യ വഴി പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം സുരക്ഷാ കാര്യങ്ങളിൽ ഇനി യാതൊരുവിധ വിട്ടുവീഴ്ചയും അനുവദിക്കില്ലെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ ഇന്ത്യയിലെ വ്യോമയാന നിയന്ത്രണ ബോർഡായ DGCAയുടെ മയക്കുമരുന്ന് പരിശോധനാ സംവിധാനങ്ങളിൽ അടിയന്തര മാറ്റങ്ങൾ വരുത്തുവാൻ സർക്കാർ നിർദ്ദേശിച്ചു. ഇനി മുതൽ നിർബന്ധിത ഡ്രഗ് ടെസ്റ്റിന് വിധേയമാക്കുന്ന വിമാന ജീവനക്കാരുടെ എണ്ണം വലിയ രീതിയിൽ ഉയർത്തും. ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ജീവനക്കാർക്കെതിരെ എക്കാലത്തേക്കും ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള കടുത്ത നടപടികൾ സ്വീകരിക്കാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. നമ്മൾ വിമാനത്തിൽ കയറുന്നത് പൈലറ്റിന്റെയും ആ വിമാന കമ്പനിയുടെയും സുരക്ഷാ സംവിധാനങ്ങളെ പൂർണ്ണമായി വിശ്വസിച്ചാണ്. അവിടെയാണ് കോടിക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന ഒരു വലിയ ഉത്തരവാദിത്തമുള്ള ഒരു പൈലറ്റ് ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ച് യാത്രക്കാരുടെ ജീവൻ പണയം വയ്ക്കുന്നത്. സാങ്കേതിക തകരാറുകൾ ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാം. എന്നാൽ മനുഷ്യന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം ക്രിമിനൽ നാസ്തകൾ എങ്ങനെ ക്ഷമിക്കാൻ കഴിയും? ഈ വിഷയത്തിൽ എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇനിയും കടുത്ത നടപടികൾ ഉണ്ടാകുമെന്നാണ് സൂചനകൾ.